ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു നാടൻ ചിക്കൻ കറി ഉണ്ടല്ലോ. അതിനായിട്ട് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉരുളക്കിഴങ്ങും ചിക്കനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ല രീതിക്ക് വഴറ്റുക. അതിൻ്റെ അടുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് ആ ഉള്ളി ഒന്ന് വെന്ത് വരുന്നവരെ അടച്ചു വെക്കുക കേട്ടോ. ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരുമ്പം അതിലേക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കുക കേട്ടോ. ആ തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ അടച്ച് വെച്ച ശേഷം എടുത്തിട്ട് അതൊന്ന് നല്ല രീതിക്ക് ഉടച്ചു കൊടുക്കുക കേട്ടോ, തക്കാളിയൊക്കെ നല്ല രീതിക്ക്. അതിനുശേഷം അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും, ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കറിക്കനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യാം. അതൊന്ന് സെറ്റായി വരുന്നവരെ നമ്മൾ നല്ല രീതിക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അന്ന് മിക്സായി വന്നാൽ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചിക്കനത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ അതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ചിക്കൻ നല്ല രീതിക്ക് വെള്ളമൊക്കെ ഇറങ്ങി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെക്കുക. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തതിൻ്റെ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് ഏലക്കായ്പ്പൊടിയും പിന്നെ മല്ലിയില നല്ല ഫ്ലേവറാട്ടോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട്, അതും ഇട്ട് കൊടുത്തു. കറി ഇവിടെ സെറ്റായി. ഇനി നമുക്ക് കോവയ്ക്കും പയറും കൂടി ഒരു ഉപ്പേരി വെക്കാം. അതിനായിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കോവയ്ക്കയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക കേട്ടോ. കോവക്ക ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം നമുക്ക് പയറിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കോവക്ക ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. കോവക്ക നല്ല രീതിക്ക് ആ വെളിച്ചെണ്ണയിൽ മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കോവക്ക ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുക, കോവക്ക ഒന്ന് വെന്ത് വരുന്നവരെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പയറിട്ട് കൊടുക്കുക കേട്ടോ. പയറും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക കേട്ടോ. ആ പയറും കോവയ്ക്കൊക്കെ ഒന്ന് വെന്ത് വന്നാൽ നമ്മുടെ കോവയ്ക്കും പയറും കൂടിയുള്ള ഉപ്പേരി ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ഇതൊക്കെ കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വാഴൻ്റെ ഇലയിലാണ് കേട്ടോ ചോറ് തിന്നണത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.